തൃശ്ശൂരിലെ കിഴക്കുംപാട്ടുകരയിൽ പ്രൗഢി ചോരാതെ ഇപ്പോഴും തൈക്കാട്ടുമൂസുമാരുടെ ഇല്ലം കാണാം. ഒരു നാട് കടത്തലിൻ്റെയും അഭയം നൽകലിൻ്റെയും കഥയുണ്ട് തൃശ്ശൂർ തൈക്കാട്ടുമൂസിൻ്റെ ഇല്ലത്തിന്. അതുതന്നെയാണ് SNA ഔഷധശാലയുടെയും കഥ. കോഴിക്കോട് സാമുദ്രിപ്പാടിൻ്റെ കൊട്ടാരം വൈദ്യനായ പഴനെല്ലിപ്പുറത്ത് അഷ്ടവൈദ്യൻ തൈക്കാട്ടുമൂസ് ഒരിക്കൽ ശത്രുരാജ്യമായ കൊച്ചിയിലെ തമ്പുരാനെ ചികിത്സിച്ചു. ഇതിൽ ശോഭിച്ച സാമൂതിരി ഇവരെ നാടുകടത്തി. അങ്ങനെയാണ് തൈക്കാട്ടുമൂസുമാർ സ്വദേശമായ മലബാർ വിട്ട് തൃശ്ശൂരിലെത്തിയത്. ഏതാണ്ട് 300 വർഷം മുമ്പാണിത്. തൈക്കാട്ടുമൂസുമാർ ശക്തൻ തമ്പുരാന്റെ സ്നേഹവാത്സല്യം ഏറ്റുവാങ്ങിയ കഥ പ്രസിദ്ധമായ SNA ഔഷധശാലയുടെ ഉത്ഭവകഥ കൂടിയാണ്. വിശാലമായ വളപ്പിൽ 230 വർഷം മുമ്പത്തെ നിർമ്മാണ വൈദഗ്ധ്യം വെളിപ്പെടുത്തുന്ന ഇല്ലത്തെത്തുമ്പോൾ ചരിത്രവും ഐതിഹ്യ കഥകളും ഇഴചേർന്ന് കിടക്കുന്നു. സാമൂതിരിയുടെ രാജകോപത്തിൽ നിന്നും ബ്രാഹ്മണ ബാലരൂപത്തിൽ വന്ന് രക്ഷിച്ച വേട്ടക്കാരനാണ് ഇവരുടെ പരദേവത. ഇല്ലത്തിനകത്ത് കിഴക്കിനിയിൽ വേട്ടക്കാരനെ പ്രതിഷ്ഠിച്ച ശ്രീകോവിൽ കാണാം. വിശാലമായ ഇല്ലപ്പറമ്പിൽ സർപ്പക്കാവും തണൽ വിരിക്കുന്ന കൂറ്റൻമാവുകളുമുണ്ട്. രോഗചികിത്സ തന്റെ ഉത്തരവാദിത്തമാണെന്ന് സാമുദ്രിപ്പാടിന് ധീരമായ മറുപടി നൽകിയ വൈദ്യൻ അതിന് ശത്രുത്വവും ബന്ധുത്വവും നോക്കാറില്ലെന്ന വലിയൊരു സത്യം കൂടി വിളിച്ചു പറഞ്ഞു. കൊല്ലവർഷം 946 കർക്കിടകത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ഉള്ളതെല്ലാം ഇട്ടെറിഞ്ഞു പോന്ന വൈദ്യ കുടുംബത്തിന് തൃശ്ശൂരിൽ ശക്തൻ തമ്പുരാൻ കൊട്ടാരം വൈദ്യ പദവി കൽപ്പിച്ചു നൽകുകയായിരുന്നു. അവരെ ഭൂസ്വത്തുക്കൾ നൽകി കുടിയിരുത്തി. പിന്നെ ആയുർവേദ ചികിത്സയുടെ തലതൊട്ടപ്പന്മാരായി തൃശ്ശൂർ തൈക്കാട്ടുമൂസുമാർ മാറിയത് ചരിത്രമാണ്. ഇപ്പോഴത്തെ കാരണവർ വാസുദേവൻ മൂസ് പലായനത്തിന്റെ കഥ ഓർത്തെടുത്തു. ഇന്നത്തെ ഈ തൃശ്ശൂർ തൈക്കാട്ടുമൂസ് എന്ന് പറയുന്ന വൈദ്യ കുടുംബം ശരിക്കും സാമൂതിരിയുടെ വൈദ്യന്മാരായിരുന്നു. അപ്പോൾ ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിൽ കൊച്ചി രാജാവിനെ ചികിത്സിക്കാനായിട്ട് ഇവിടെ എത്തി. ചികിത്സയൊക്കെ കഴിഞ്ഞ് തിരിച്ച് സാമൂതിരിയുടെ മലബാറിലെത്തിയ സമയത്ത് അവിടുന്ന് ഇല്ലത്തുനിന്ന് സാമൂതിരി നാട് കടക്കുകയുണ്ടായത്. കാരണം എന്താ വെച്ചാൽ സാമൂതിരിയുടെ വൈദ്യനായിട്ടുള്ള ഒരു വ്യക്തി കൊച്ചി രാജാവിന്റെ അന്യദേശത്ത് പോയിട്ട് അല്ലെങ്കിൽ തന്റെ എതിർപക്ഷത്തുള്ളൊരു രാജാവിനെ ചികിത്സിക്കാൻ പോയി എന്നുള്ളത് കാരണം കൊണ്ട് അവിടുന്ന് നാട് കടത്തി ഒരു 230 വർഷം ശക്തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് തൃശ്ശൂർ വളരുന്നത്. അതിനുശേഷമാണ് തൃശ്ശൂർ തൈക്കാട്ടുമൂസ് എന്ന് പ്രശസ്തമായിട്ട് തീരുന്നത്. 1920 ഉണ്ണിമൂസ് ദീർഘവീക്ഷണത്തോട് ആരംഭിച്ച SNA ഔഷധശാല ഇന്ന് ചികിത്സാരംഗത്ത് പടർന്നു പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു. പരശുരാമനാണ് കേരളക്കരയ്ക്കായി അഷ്ടവൈദ്യന്മാരെ നിശ്ചയിച്ചത്. 18 ഗ്രാമങ്ങൾക്കായി 18 വൈദ്യന്മാർ. അഷ്ടാംഗ വൈദ്യന്മാർ ശസ്ത്രക്രിയ പോലും നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തൃശ്ശൂരിന്റെ സാംസ്കാരിക പൈതൃകം കൂടി ഈ ഇല്ലത്തിന് അവകാശപ്പെട്ടതാണ്. തനത് കലാരൂപമായ കുമ്മാട്ടിക്കളി ആദ്യം ആരംഭിക്കുന്നത് ഈ ഇല്ലത്തിന്റെ മുറ്റത്ത് ചുവടുവെച്ചുകൊണ്ടാണ്. വർഷത്തിലൊരിക്കൽ നടത്തുന്ന വേട്ടക്കാരൻ പാട്ടിനും 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. പലായനത്തിന്റെ കഥ ഒരു ഓർമ്മ മാത്രമാണിന്ന്. പക്ഷേ ആയുർവേദ ചികിത്സയിലൂടെ ആരോഗ്യവും സുഖവും നൽകുന്ന പാരമ്പര്യം ഇന്നും തുടരുന്നു. ചികിത്സാ നൈപുണ്യത്തിന്റെ മഹാഗാഥയായി അത് മാറുന്നു.